ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് സെക്കൻഡ് പാർട്ട് തജ്വീദുൽ ഖുർആനിലെ 4ാമത്തെ സൂറത്തായിട്ട് നമുക്ക് വരുന്നത് സൂറത്തുൽ ഗാശിയ. അതിൻ്റെ 1ാമത്തെ ഭാഗം 2 ഭാഗമായിട്ടുള്ള 2 ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൽ 1ാമത്തെ ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉസ്താദിൻ്റെ ഖിറാഅത്ത് ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി, തെറ്റുകൾ കൂടാതെ മനസ്സിലാക്കി ഓതി പഠിക്കുക. നമുക്കിതിൻ്റെ വർക്ക് എന്നിട്ട് നോക്കാം. സൂറത്തുൽ ഗാശിയ ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബah تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. 16 ആയത്തുകൾ ഓതി. അതിലെ തുടക്കത്തിൽ നോക്കിയേ, ഹൽ അതാക എന്നാണ് തുടങ്ങിയത്. ഹൽ അതാക ഹദീസു നോക്കിയേ, ഹൽ അതാക സുബ്ഹാനല്ലാഹ്. പറ്റില്ലല്ലോ, ഹംസ പോയില്ലേ. പിന്നെയോ ഹദീസുൽ ഗാശിയ, ഹാറ്റുണ്ട് 2 തരത്തിൽ. ത വരും, അത് ഹാത്ത ബാത്ത ആയി വരും, വരില്ലേ? തായിൽ നിർത്തുമ്പോഴോ ഈ തായിൽ, അതായത് ഹാത്തായിൽ ഹാ ആയി വരും. അപ്പോൾ അൽ ഗാശിയ, ചില ആളുകൾക്ക് അവിടെ യായിലങ്ങ് നിർത്തും, ഗാശിയ. ചില ആളുകൾ ഗാശിയ കുറച്ച് നീട്ടി, പലതുണ്ട്, പറ്റില്ല. ഉജൂഹാണ് കേട്ടോ, അത് ശരിക്കും ശ്രദ്ധിക്കണം. നോക്കിയേ, കുറേ ആളുകളുണ്ട് അവിടെ ഉജൂഹിന് പകരം ഉജൂഹ് പറയുന്ന ആൾ. ഉജൂഹുൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഇപ്പം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കി, ഇതുവരെ എങ്ങനെ പറഞ്ഞിരുന്നതെന്ന് ഇപ്പോൾ തിരുത്തണം. ഉജൂഹല്ല, ഉജൂഹ്, വാവ് വാവ്. وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. تصلى تا കഴിഞ്ഞ സാധനം തെസ്ല അല്ല, തെസ്ല വേറെ, ഇത് صاد تصلى نارا حامية تسقى من عين آنية. تسقى من عين آنية. ഒന്ന് സ്ലോ ആക്കിക്കൂടെ? എങ്ങോട്ടാണിപ്പോൾ ഈ തിരക്ക് അല്ലേ? 1 മിനിറ്റ് സ്ലോ ആക്കിയാൽ മതി, ഓത്ത് നന്നാവും. തുസ്കാ മിൻ ഐനിൻ ആനിയ ഉണ്ടോ? പിന്നെ അവിടെ മിൻ ഐനിൻ ആനിയ അങ്ങനെ ഉണ്ടോ? ഐനിൻ ആനിയ ഇല്ല, ഐനിൻ ആനിയ ട്ടോ. ലൈസ ലഹും തഅമുൻ ഇല്ലാ മിൻ ളരീ. നൂനിന് ശേഷം വാദ് വന്നു, ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഇസ്തിഅലാഇൻ്റെ ഹർഫിൻ്റെ അടുത്ത്, അതുപോലെ ഇത്വാഖിൻ്റെ ഹർഫിൻ്റെ അടുത്തൊക്കെ ഈ സാക്കിനായ നൂന് വന്നാൽ ഇഖ്ഫാ ചെയ്യുമ്പോൾ ആ നൂനിനും തഫ്ഖീം കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ല, ഓക്കെ.
لا يسمن ولا يغني من جوع لا يسمن ولا يغني يغني ألا يغني وجوه يومئذ ناعمة وجوه يومئذ ناعمة لسعيها راضية راضية في جنة عالية ശ്രദ്ധിക്കണം അവിടെ കേട്ടോ വഖഫ് لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة صادق وزرابي مبثوثة صدق الله العظيم الله قبولك الله സ്വീകരിക്കട്ടെ. വർക്കിൽ ആദ്യം നക്ര വായിക്കാനുള്ള ഭാഗങ്ങൾ ഹദീസുൽ ആഷിയ. അപ്പോൾ ഇവിടെ ഉസ്താദ് അവസാനത്തിലൊക്കെ വഖഫ് ചെയ്യുന്നതൊക്കെ ഹ ആയിട്ട് ആഷിയ, മനസ്സിലായില്ല? അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ തസ്ലാ നാറൻ മിൻ ഐനിൻ ആനിയ മിൻ ലരീർ ലാഇയ വഅക്വാബും മൗളൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ. നമുക്ക് മനസ്സിലാക്കാം. എന്ന് പിന്നെ നമുക്കിവിടെ ഇഖ്ഫാ ഖബ്ലൽ ലാദ്, നൂനിന് ശേഷവും തൻവീന് ശേഷം ലോദ് വരുന്നത് ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഇവിടെ നൂനിന് ശേഷം ലോദ് വന്നു. ബിമല്ല അദാബൻ ലൗഫാ, അങ്ങനെ ഇഖ്ഫാ ചെയ്യുന്നതാണ്. തൻവീന് ശേഷം ലോദ്, നൂനിന് ശേഷം ലോദ്, തൻവീന് ശേഷം ലോദ്, തൻവീന് ശേഷം ലോദ്, തൻവീന് ശേഷം ലോദ് വന്നു. തൻവീന് ശേഷം ഇവിടെയും തൻവീന് ശേഷം ഇവിടെ നൂനിന് ശേഷം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. പിന്നെ നമുക്ക് ഒരായത്ത് തന്നിട്ടുണ്ട് അല്ലേ, അതിൽ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ലോദ് വന്ന് ഇഖ്ഫാ ആയത് നമുക്ക് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇവിടെ വന്നതെന്ന് നമുക്ക് നോക്കാം. എവിടെ വന്നത്? ലോദ് വന്നത് തൻവീന് ശേഷവും നൂനിന് ശേഷവും ലോദ് വന്നത്. അദാബൻ ലൗഫാ തൻവീന് ശേഷം വന്നു. പിന്നെ അതാ ലികുല്ലിൻ ലൗഫും വല, അങ്ങനെ വന്നിട്ടുണ്ട് തൻവീന് ശേഷം ലോദ്. അങ്ങനെ ഇവിടെ രണ്ട് സ്ഥലത്താണ് വന്നത്. ഇനി നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഞാൻ അടയാളപ്പെടുത്താത്ത കണ്ടിട്ടാണെങ്കിൽ മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. അത്രയാണ് അവിടെ വന്നത്. പിന്നെ ഐന് വന്നത് ആമില മിൻ ഐനിൻ ഐന് വന്നു. ത്വാം ഐന് വന്നു. മിൻ ലരീർ ഐന് വന്നു. മിൻ ജൂ വന്നു. ലാ യഅലമൂൻ ഐന് വന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്? ഐന് പല സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്, മനസ്സിലായില്ല? ആദ്യത്തിൽ എഴുതി, നീട്ടാൻ വന്നപ്പോൾ ഇങ്ങനെ എഴുതി, മനസ്സിലായില്ല? പിന്നെ ഇങ്ങനെ എഴുതി, ആദ്യത്തിൽ വന്ന് നീട്ടാനില്ല അപ്പോൾ ഇങ്ങനെ എഴുതി. പിന്നെ ഇടയിൽ വന്നു, ഒരു വേർഡ്സിൻ്റെ നടുവിൽ അക്ഷരമായിട്ട് ഐന് വന്നപ്പം അവിടെ നീട്ടാൻ വന്നപ്പം താമുൻ, മനസ്സിലായില്ല? അങ്ങനെ വന്നു.
പിന്നെ ഒരു വേർഡ്സ് അവസാനിപ്പിക്കുന്നത് ചേർത്ത് എഴുതാൻ പറ്റിയ അക്ഷരമായതുകൊണ്ട് ലൊരിയൽ അപ്പോൾ വന്നത് മനസ്സിലാക്കുക. പിന്നെ ചേർത്ത് എഴുതാൻ പറ്റാത്ത അക്ഷരമാണ് വാവ്, അതുമ്മലൂടെ എഴുതൂല, അപ്പോൾ അത് എഴുതിയത് എഴുതിയത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ചേർത്ത് എഴുതി ഇടയിൽ വന്നിട്ടുണ്ട് അല്ലേ, നീട്ടാനൊന്നുമില്ല, യാഴില ലാമാണ് അതിനോട് ചേർന്ന് വന്നത്, അപ്പോൾ എഴുതിയ രീതി. അപ്പോൾ നമുക്ക് എക്സാമിന് അധികം വരാറുണ്ട്, അതിന് വന്നിട്ട് ഒരു വേർഡ്സ് തരും. ഇപ്പോൾ ഇവിടെ ലേ ഓഫൻ, ഇതിൽ ഈ വേർഡ്സ് വന്നിട്ട് ഇതിൽ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? അപ്പോൾ ഇത് അയിനാണെന്ന് കുട്ടികൾ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, ഇതുപോലുള്ള വേർഡ്സുകളൊക്കെ മനസ്സിലാക്കി പഠിച്ചാലാണ്. രണ്ടാമത്തെ അക്ഷരം അയിനാണ്. തായ്ലമൂൻ, തായ്ലമൂൻ എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഓപ്ഷൻ വരികയാണ്. സ്വാദ്, മീമ്, അയിന്, 3 ഓപ്ഷൻ തന്ന്. തായ്ലമൂൻ എന്നതിൽ ഇതിലേത് അക്ഷരമാണ്? നമുക്ക് സ്വാദും മീമും ഒക്കെ എഴുതുന്ന പോലെ നമുക്കിവിടെ തോന്നാം അയിന് ചേർത്ത് എഴുതുമ്പോൾ, മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ ഈ പാഠത്തിൻ്റെ കൂടെ നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ വന്ന വർക്കുകൾ. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോകുന്നത് ഉണ്ടാവാം, അപ്പോൾ അത് കട്ട് ചെയ്യാൻ വിട്ടുപോകുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.